ആലപ്പുഴയിൽ മദ്യപിച്ച ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പി അറസ്റ്റിൽ. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി വി അനിൽകുമാറാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നും രാത്രി തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. ഡ്യൂട്ടി സമയം മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ചതിന് വകുപ്പ് തല നടപടിയും ഉണ്ടായേക്കും. കുഞ്ഞുമായാണ് ഡിവൈഎസ്പി മദ്യപിച്ച് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് കൃത്യനിർവഹണത്തിന്, അതായത് ഈ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകുമോ? ടോം, ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് ഈ അനിൽകുമാർ കുമ്പളത്ത് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി യാത്ര തിരിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനമായി അദ്ദേഹം തന്റെ ജീപ്പാണ് കൊണ്ടുപോയത്. ഈ വാഹനം ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് ആവുകയും ജീപ്പ് നിർത്തിയതിനു ശേഷം അതിന്റെ ബോണറ്റ് തുറന്നുള്ള പരിശോധന അയാൾ നടത്തുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്തരത്തിലൊരു ശരീരഭാഷയിൽ തന്നെ മദ്യപിച്ചതായി മനസ്സിലാകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അത്തരത്തിൽ കുഴഞ്ഞാണ് അദ്ദേഹം നിന്നിരുന്നത് എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. തുടർന്ന് ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഇങ്ങനെ ഇദ്ദേഹം നിൽക്കുന്നതും ഒപ്പം തന്നെ ആ ജീപ്പിനകത്ത് ഒരു കുഞ്ഞുള്ള കാര്യവും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചോദ്യങ്ങൾ വന്നതോടുകൂടി അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് എരമല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ എരമല്ലൂർ ഭാഗത്തേക്ക് വാഹനം പോകുന്ന വഴിയും വാഹനം ഇദ്ദേഹം മദ്യപിച്ചിരുന്നുകൊണ്ട് തന്നെയാകും നിയന്ത്രണമില്ലാത്ത രീതിയിൽ അപകടകരമായ രീതിയിലാണ് വാഹനം പോയത് എന്നുള്ളതാണ് ആളുകൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ സംഭവത്തെ തുടർന്ന് ചില മാധ്യമങ്ങളും ഇത് അറിയുകയും ചെയ്തു. അതോടുകൂടി ഇദ്ദേഹം തിരിച്ച് യാത്ര എറണാകുളത്തിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് വാഹനം യൂട്ടേൺ എടുത്ത് പോയി. ഇതിനിടയിൽ തന്നെ കുമ്പളത്തും ഒപ്പം തന്നെ അരൂറും പോലീസിന്റെ അടുത്ത് ഇത്തരത്തിലൊരു വാഹനം, പ്രത്യേകിച്ച് ഒരു പോലീസ് ജീപ്പ് ഇത്തരത്തിൽ ലെക്ക് കെട്ട രീതിയിൽ നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ വരുന്നു എന്നുള്ള വിവരം പോലീസിനും വിവരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് അരൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ വാഹനം കണ്ടെടുക്കുന്നത്. സംസ്ഥാന ക്രൈം ബ്യൂറോയിലെ ഡിവൈഎസ്പി വി അനിൽകുമാറാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിപ്പിക്കുക. അദ്ദേഹം പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. FIR-ൽ പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും രൂക്ഷമായ മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് അവിടെ സ്പോട്ടിൽ വെച്ച് നടത്തിയ പരിശോധനയിലും സ്റ്റേഷനിൽ എത്തി നടത്തിയ പരിശോധനയിലും വൈദ്യ പരിശോധനയിലും അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാഹനത്തിൽ കുഞ്ഞ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുട്ടിയുമായാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യാത്ര നടന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഈ സംഭവത്തിനകത്താണ് ഇപ്പോൾ അരൂർ പോലീസ് FIR എത്തിയത് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം സ്വന്തം കുഞ്ഞു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ശരണ്യ, നിലവില് മദ്യപിച്ച് ലെക്ക് കെട്ടാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം ഈ സ്വകാര്യ വാഹനത്തിൽ എന്തിനാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോയതെന്ന് കണ്ടെത്തണം. ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് മറ്റാരെങ്കിലും, ഈ കുഞ്ഞല്ലാതെ മറ്റാരെങ്കിലും, മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്നോ? മറ്റാരും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞ് പുറകിൽ കിടന്ന ഉറങ്ങുന്ന ദൃശ്യമാണ്. കുട്ടി അപ്പോഴും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കുഞ്ഞു കിടന്ന് പുറകിൽ കിടന്ന് ഉറങ്ങുവാണ്. ഈ വാഹനം നിർത്തിയിട്ട് വാഹനം എടുത്തു പോകുമ്പോഴും ഈ നാട്ടുകാർ കുട്ടിയും കൂടെ പുറകിലുണ്ട്. പിന്നെ ഒരു പോലീസ് ജീപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ അലക്ഷ്യമായ രീതിയിൽ അതിന്റെ സഞ്ചാരം കണ്ടു തന്നെയാണ് ആളുകൾ ശ്രദ്ധിച്ചതെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ വാഹനം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു വാഹനം എന്നുള്ളതാണ്. ആ രീതിയിൽ ഉള്ള അദ്ദേഹത്തിന്റെ യാത്ര കണ്ടു തന്നെയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് ഒരു പോലീസ് ജീപ്പ് എന്തുകൊണ്ട് ഈ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ആളുകളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിൽ ഈ കുട്ടി പുറകിൽ കിടന്ന് ഉറങ്ങുന്ന ഉൾപ്പെടെ കണ്ടത്. സ്വാഭാവികമായി ഇത്രയും ദൂരം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സഞ്ചാരം അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്
പെട്ടെന്ന് ആളുകൾ അത് പോലീസിലടക്കം വിവരം അറിയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇദ്ദേഹം കുമ്പളത്ത് ഒരു ഔദ്യോഗിക മീറ്റിങ്ങിന് പോയതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കുട്ടി ഇദ്ദേഹത്തോടൊപ്പം കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് പോയതാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റു വിശദാംശങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം നമുക്കറിയാം പിടിക്കപ്പെട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുമ്പളത്ത് ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് പോയി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം. ഡൊമിനിക് മാർട്ടിൻ ബോംബുണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇയാളുടെ വിദേശ ബന്ധങ്ങളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ തന്നെ ഇത്തരം ചില സംശയങ്ങൾ, ഈ ഡൊമിനിക് മാർട്ടിന് വിദേശ ബന്ധമുണ്ട്, ഇയാൾ വിദേശത്ത് കുറച്ചുനാൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അന്നൊന്നും ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താതിരുന്നത്, ഇയാളുടെ ഈ വിദേശ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ വിദേശ ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്? ടോം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ദുബായിൽ കഴിഞ്ഞ അതിനു മുൻപ്, അതായത് കുറ്റകൃത്യം നടക്കുന്നതിന് 10 വർഷം മുൻപ് വരെ 10 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡൊമിനിക് മാർട്ടിൻ. അതേസമയം ഈ കളമശ്ശേരി സ്ഫോടനം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണവും ബന്ധപ്പെട്ട ദുബായിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ UAE-യിൽ അന്വേഷണം പരിധി നിശ്ചയിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ല, നിയമപരമായ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദുബായിലെ ഒരു ഫോൺ നമ്പറിലേക്ക് ഈ ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ അയച്ചു നൽകിയിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുനരാരംഭിക്കുന്നതും ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഈ അന്വേഷണം വ്യാപിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള വിദേശ തല അന്വേഷണത്തിന് അനുമതി നൽകിയിരുന്നതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള അന്വേഷണം ദുബായിലേക്ക് വ്യാപിക്കാനും അതിനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 2023 ഒക്ടോബർ 29-നാണ് കേരളത്തെ തന്നെ അങ്ങേയറ്റം നടുക്കിയ തീവ്രവാദ ആക്രമണമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ വിചാരിച്ച ഈ വലിയ സ്ഫോടന പരമ്പരയുണ്ടാകുന്നതും അതേ തുടർന്ന് 8 പേര് മരിക്കുന്നതും ഉണ്ടാകുന്നത്. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ വെച്ച്, അതിൻ്റെ സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം 2500-ഓളം ആളുകൾ കൺവെൻഷൻ സെന്റർ, കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്.